എൻ്റെ കൂടെയുണ്ട്. എന്നാൽ ഈ നിമിഷം വരെ ഞാൻ നടക്കുന്നത് എൻ്റെ അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രം, എൻ്റെ ഈശോയുടെ കൃപ കൊണ്ട്. എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ ഫോട്ടോയെ കെട്ടിപ്പിടിച്ച് ഞാൻ കരയും. വേറെ ആരോടും ഞാൻ പറയാറില്ല ഒന്നും. എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ കരയും. ചിലപ്പോഴൊക്കെ രാത്രിയിൽ എനിക്ക് തോന്നും എൻ്റെ ഈശോയെ ഒന്ന് കെട്ടിപ്പിടിച്ച് എനിക്കിരിക്കണം എന്ന് തോന്നും. എന്നിട്ട് ഞാൻ പറയും, ഞാനിന്ന് എണീറ്റ്. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷൈനി ബാബു. ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമേ 2019 ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷേ കൊറോണയുടെ സമയം കാരണം പിന്നീട് എനിക്കത് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ 2023 മെയ് 22-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മയുടെ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ വളരെയേറെ ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു യോഗ്യതയുമില്ല പാപിയായ എന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ അമ്മയോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമേ എൻ്റെ ഭർത്താവാണ്. പുള്ളിക്ക് ഒരു ആക്സിഡൻറ്റ് വന്ന് ആദ്യമേ 1993 ഒരു ആക്സിഡൻറ്റ് വന്നു. ആ സമയം 5 വർഷത്തോളം പുള്ളി വയ്യാതിരുന്നു. 1 വർഷത്തോളം കോമ സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ഞാൻ അന്ന് മുതൽ എൻ്റെ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിനുശേഷം എൻ്റെ ഭർത്താവ് പിന്നീട് വീണ്ടും എഴുന്നേറ്റ് ജോലി പോകാൻ തുടങ്ങി. ഓട്ടോ ഡ്രൈവറാണ്. അതിനുശേഷം 2023 വീണ്ടും ഒരപകടം കൂടെ വന്നു. പുള്ളി വണ്ടിയിൽ നിന്ന് വീണ് ഡിസ്ക് തെന്നിപ്പോയി. അപ്പോൾ 1 വർഷത്തോളം അബോധാവസ്ഥയിൽ കിടന്നതുകൊണ്ട് ഞങ്ങൾക്ക് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അനസ്തേഷ്യ കൊടുത്താൽ പിന്നീടത് തിരിച്ച് ബോധത്തിലേക്ക് വരുമോയെന്നൊരു സംശയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി തരണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എഴുതി തന്നില്ല. ആ സമയത്തൊന്നും പുള്ളിക്ക് തന്നെ എഴുന്നേക്കാനോ നടക്കാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വന്നിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിലൊക്കെ എൻ്റെ ഭർത്താവ് മണിക്കൂറുകളോളം ഇരുന്ന് ബൈബിള് വായിക്കുമായിരുന്നു. അങ്ങനെ 8 മാസം ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഷൈനി എനിക്ക് പുറത്തേക്ക് പോകണം, എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ അനുവദിക്കുമെങ്കിൽ ബാബുച്ചൻ അത് പൊക്കോ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനുശേഷം വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഇപ്പോൾ 1 വർഷത്തോളമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം ഞങ്ങൾ സ്വന്തം ഓട്ടോ ഓടിച്ച് 5 പ്രാവശ്യം ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തില്ല. ചെയ്യാതെ തന്നെ എഴുന്നേറ്റ് നടന്നു. എൻ്റെ ദൈവത്തിനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത്തെ നിയോഗം എൻ്റെ മോളോടെയാണ്. എൻ്റെ മോളോട് വന്നിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതാണ്. എൻ്റെ മോൾക്ക് 15 വയസ്സ് മുതൽ ശ്വാസം മുട്ടലായിരുന്നു. ഇപ്പോൾ 25 വയസ്സായി അവൾക്ക്. പക്ഷേ ഞാൻ 2019 ഉടമ്പടി എടുത്തതിന് ശേഷം 2020 അവൾക്ക് പെട്ടെന്നൊരു കല്യാണം ആലോചന വന്നു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ സമ്മതിച്ചു. എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞു. നല്ല ഒരു ജീവിതമാണ് എൻ്റെ മോൾക്ക് എൻ്റെ അമ്മ കൊടുത്തത്. പക്ഷേ എൻ്റെ ശ്വാസം മുട്ടൽ അവൾക്ക് പിന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മോനുണ്ടായി. ആ മോന് 3.5 വയസ്സുണ്ട്. രണ്ടാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത് 6 മാസം കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഈ ശ്വാസം മുട്ടൽ അവളെ വല്ലാതെ അലട്ടി. ഒരാഴ്ചയിൽ 5 ഇൻഹേലറെങ്കിലും അവൾ ഉപയോഗിക്കുമായിരുന്നു. എങ്കിലും ഒരു സന്തോഷത്തോടെ എൻ്റെ മോൾ നടന്നിട്ടില്ല. എപ്പോഴും പറയും, എൻ്റെ അമ്മയെ ഞാൻ എന്നാ ചെയ്യും എന്നോട് പറയുമായിരുന്നു. പക്ഷേ അന്ന് 6 മാസമായപ്പോൾ ശ്വാസം മുട്ടൽ കൂടി. ഓക്സിജൻ ലെവൽ താന്നു. ഓക്സിജനൊക്കെ കൊടുത്ത് ഡോക്ടർ പറഞ്ഞു, വേറെ എവിടെയും നിങ്ങൾ കൊണ്ടുപോക്കോ, മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ടുപോക്കോ, ഓക്സിജൻ്റെ ലെവൽ ഉയരുന്നില്ല. അപ്പം ഞാൻ അമ്മോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ നിൻ്റെ മുന്നിൽ വന്ന് ഞാൻ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ നീ ഇങ്ങനെ വരുത്തല്ലേ, ആയിട്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ രാത്രി 1 മണി വരെ ഇത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഒത്തിരി പേര് കൂടി പ്രാർത്ഥിച്ചു. 1 മണിയായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു 65 ആയിരുന്നു ഓക്സിജൻ്റെ ലെവല്. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ശകലം ഭേദമുണ്ട്, നമുക്ക് നോക്കാം, ഇവിടെ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 ദിവസം അവിടെ ഓക്സിജൻ കൊടുത്തു ആശുപത്രിയിൽ അഡ്മിറ്റായി. 7ാമത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ ലെവൽ ആയിട്ടുണ്ട്, ഇനി നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഈ ശ്വാസം മുട്ട് അലത്തല്ലേ, ഞാനിവിടെ വന്ന് സാക്ഷി എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചോളാമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ 1 വർഷമായി. ഞങ്ങൾക്ക് രണ്ടാമതൊരു മോളുണ്ടായി. നല്ല മിടുക്കിയായൊരു മോളെ ഞങ്ങൾക്ക് തന്നു. അവൾക്കൊരു കുഴപ്പമില്ല. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മോൾ ഇൻഹേലർ ഉപയോഗിക്കുമോ, അവൾക്ക് ശ്വാസം മുട്ടലോ ഉണ്ടായിട്ടില്ല. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്ക് എൻ്റെ മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ 1993 മുതൽ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഓരോ പ്രശ്നങ്ങളിലും എൻ്റെ അമ്മ എനിക്ക് നേരിട്ട് വന്ന്
എനിക്ക് അവരെ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ പറയും, നീ വിഷമിക്കണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എന്നാൽ ഈ നിമിഷം വരെ ഞാൻ നടക്കുന്നത് എൻ്റെ അമ്മയുടെ ഒരു കൃപ കൊണ്ട് മാത്രം, എൻ്റെ ഈശോയുടെ കൃപ കൊണ്ട്. എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ ഫോട്ടോയെ കെട്ടിപ്പിടിച്ച് ഞാൻ കരയും. വേറെ ആരോടും ഞാൻ പറയാറില്ല ഒന്നും. എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ കരയും. ചിലപ്പോഴൊക്കെ രാത്രിയിൽ എനിക്ക് തോന്നും എൻ്റെ ഈശോയെ ഒന്ന് കെട്ടിപ്പിടിച്ച് എനിക്കിരിക്കണം എന്ന് തോന്നും. എന്നിട്ട് ഞാൻ പറയും, ഞാനിന്ന് എണീറ്റ് വന്ന് കെട്ടിപ്പിടിച്ചിരിക്കാൻ പോവാന്ന് പറയും. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടും. ഈ 34 വർഷം ഞാൻ വളരെ വേദനയോടും ഒത്തിരി കടഭാരത്തോടും കൂടി ആണ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണ്. ഒരു മോനുണ്ട്. മോന് 1 വർഷമായിട്ട് ബഹ്റിനിലായിരുന്നു. പക്ഷെ അവിടെ വെച്ച് അവന് കിട്ടിയ വിസ വർക്ക് വിസയാണെന്നും പറഞ്ഞ് അവനെ വിസിറ്റിംഗ് വിസയ്ക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ വിസ മാറിക്കൊടുത്തില്ല. അപ്പോൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവനവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അവൻ്റെ പാസ്പോർട്ടും അവരുടെ കയ്യിലായിരുന്നു. തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ വളരെയേറെ വിഷമിച്ചു. എന്നെ വിളിച്ച് പറയും, അമ്മേ എനിക്കിവിടെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, എന്നാ ചെയ്യും, ശമ്പളവും ഇല്ല എന്ന് പറഞ്ഞ്. ഞാൻ കൊച്ചു വിഷമിക്കേണ്ട, അമ്മ എൻ്റെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ അച്ഛൻ്റെ ഓൺലൈൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകാതെ ഞാനിനി വെള്ളം പോലും ഞാൻ കുടിക്കില്ല, എനിക്ക് വൈകുന്നേരത്തേക്ക് മുമ്പ് എനിക്കൊരു മറുപടി കിട്ടണം അമ്മ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം 8 മണിയായപ്പോൾ കൊച്ചെന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു, നാട്ടിലേക്ക് പോരാൻ പൈസ അവർ തന്നില്ല. നമ്മൾ പൈസ വേണ്ട, കൊച്ച് കയറി പോരെ എന്ന് പറഞ്ഞു. അവൻ പിറ്റേ ദിവസം നാട്ടിലെത്തി. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞങ്ങൾക്ക് പൈസ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. 3-ാമത്തെ ദിവസം അയാൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്ന് അങ്ങനെ തന്നു. പിന്നെ 1 വർഷം നാട്ടിലിപ്പോൾ ജോലി ചെയ്യുമായിരുന്നു. എന്നും രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകും, രാത്രി 11 മണിക്കാണ് തിരിച്ച് വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ നല്ലൊരു ജോലിയിലേക്ക് എൻ്റെ കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ഡിസംബറിൽ അവിടെ നിന്ന് പിന്നെ തിരിച്ച് വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു വിസ കിട്ടിയെങ്കിൽ ഞാൻ വരുള്ളൂ, ഇല്ലെങ്കിൽ വരികയെന്ന് പറഞ്ഞു. അവർ തരാമെന്ന് പറഞ്ഞ് 12-ാം തീയതി മെഡിക്കൽ കഴിഞ്ഞു. പിന്നെ 1 മാസം കഴിഞ്ഞു, ജനുവരി അവസാനം ആകാറായി, എന്നിട്ട് വിസ വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ജനുവരി 30-ന് മുമ്പ് വിസ കിട്ടിയെങ്കിൽ മാത്രം ഞങ്ങൾക്ക് അത് മതി, ഇല്ലെങ്കിൽ എനിക്ക് വിസ വേണ്ടമ്മേ, എൻ്റെ കൊച്ചിന് നല്ലൊരു ജോലി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് രാവിലെ അച്ഛൻ്റെ പ്രാർത്ഥനയും കേട്ട് കഴിഞ്ഞപ്പോൾ മോനെന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ അമ്മേ. നോക്കിയപ്പോൾ അവന് ജനുവരി 30-ാം തീയതി രാവിലെ അവൻ്റെ വിസ അവന് വന്നു. ഈ 12-ാം തീയതി അവൻ തിരിച്ച് കയറി പോവുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹങ്ങളും കൃപകളും തന്നെ എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മരണാവസാനം വരെ എൻ്റെ അമ്മയുടെ കൂടെ ഉടമ്പടിയിലായിരിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. പക്ഷേ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഈശോയെ സ്വീകരിച്ച് എൻ്റെ ഈശോയുടെ കൂടെയായി നിത്യജീവിലേക്ക് പോകാനാണ് ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നത്. ഇത്രയും നല്ല അനുഗ്രഹങ്ങളും കൃപകളും തന്ന് അനുഗ്രഹിച്ച് എൻ്റെ ഈശോയ്ക്കും എൻ്റെ തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ അമ്മയുടെ സാമീപ്യം ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. നല്ല സുഗന്ധമായിട്ട് എൻ്റെ അടുത്ത് വരും. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കും, അമ്മ എങ്ങനെ 27 വർഷമാണ് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇതുവരെ എനിക്കൊരു വീടില്ല, അതൊന്നും എനിക്കൊരു കുറവല്ല. എൻ്റെ അമ്മയുടെ പുണ്യഭൂമിയിൽ ഞാൻ ഒരു പിടി മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ മോളോട് ഞാൻ പറയും, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു പിടി മണ്ണ് സ്വന്തമായിട്ടുണ്ട് എൻ്റെ അമ്മയുടെ. അതെൻ്റെ ദേഹത്തിട്ട് വേണം എന്നെ കൊണ്ടുവയ്ക്കാന്ന് ഞാൻ പറയും. എൻ്റെ ഈശോയെ എന്തൊക്കെ പറയണം, എന്തൊക്കെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും കൊടുത്തതിന് കൂടുതൽ എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല 2 മക്കളെ എനിക്ക് ദൈവം തന്നു. എൻ്റെ മകനെ പോലെ ഒരു നല്ല മകനെ എനിക്ക് സമ്മാനിച്ച് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഇന്ന് കോടാനുകോടി നന്ദി പറയുന്നു. എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ എന്നെ എൻ്റെ അമ്മ കാക്കുന്നുണ്ട്. ഓരോ നിമിഷവും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് നല്ലതായിട്ടറിയാം. ഒരിക്കലും എന്നെ വിട്ടു പോകത്തില്ല. എൻ്റെ അമ്മയെ വിട്ട് ഉടമ്പടിയില്ലാതെ ഞാൻ ജീവിക്കല്. എൻ്റെ ഈശോയുടെ കൂടെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാകും. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി.